കോഴിക്കോട് അതിരൂപതയുടെ ശതാബ്ദി ആഘോഷ സ്നേഹസമർപ്പണമായി 10 വീടുകൾ കൂടി ഭവനരഹിതർക്കായി അഭിവന്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത ആശീർവദിച്ച് താക്കോൽദാന കർമ്മം നടത്തി. അനുഗ്രഹത്തിൻ്റെ 100 വർഷം എന്ന ആപ്തവാക്യവുമായി മുന്നേറുന്ന കോഴിക്കോട് അതിരൂപതയുടെ ശതാബ്ദി മെമ്മോറിയൽ ഹൗസിംഗ് പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതർക്കായി നിർമ്മിച്ച 10 വീടുകളുടെ താക്കോൽദാനവും ആശീർവാദ കർമ്മവും നടന്നു. ജൂലൈ 30 ബുധനാഴ്ച രാവിലെ 10:30 പൊറ്റമ്മൽ കത്തീഡ്രൽ കോളനിയിൽ വെച്ച് അഭിവന്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത ആശീർവാദ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻവീട്ടിൽ, രൂപത പ്രൊക്കുറേറ്റർ റവറൻ ഫാദർ പോൾ പേഴ്സി ഡിസിൽവ, ഫെറോന വികാരി റവറൻ ഫാദർ ജെറോം ചിങ്ങന്തറ, വിവിധ കോൺഗ്രിഗേഷനുകളുടെ പ്രൊവിൻഷ്യൽമാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രൂപത അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം പണിതു കൊടുക്കുമെന്ന് നമ്മളൊരു വാഗ്ദാനം നടത്തുകയുണ്ടായി. ഇവിടെ നമ്മൾ 10 വീടുകൾ പണിത് 10 കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഞാനതിന് ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളും അവരുടെ കരങ്ങളും ഹൃദയവും മനസ്സുമെല്ലാം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയാണ്. ഒരു ഭവനം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത നല്ലവനായ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതിരൂപതയുടെ പേരിലാണ് ഈ ഭവനങ്ങൾ പണിതിരിക്കുന്നത്. നല്ല ഭവനങ്ങളാണ്. അപ്പോൾ ഈ 10 കുടുംബങ്ങൾ ഇവിടെ വരുമ്പോൾ 16 കുടുംബങ്ങൾ ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാവുകയാണ്. അത് ഫ്രാൻസിസ് സേവിയർ യൂണിറ്റ് ആയിരിക്കും. എന്നാൽ ഈ ഭവനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് സ്നേഹനഗർ എന്നറിയപ്പെടും. അപ്പോൾ സ്നേഹത്തിനൊരു അധ്യായം രചിക്കാൻ ഇവർക്ക് ഓരോരുത്തരും കഴിയട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്തായിട്ടുള്ള ഒരു ദാനമാണ്. ദൈവം എന്നും നമ്മോടുകൂടെ, ഇന്നും എന്നും നമ്മോടുകൂടെ. ദൈവത്തിൻ്റെ നാമം ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ആ ദൈവം നമ്മോടുകൂടെ ഇന്നുമുണ്ട്, എന്നുമുണ്ട്. നമ്മുടെ രൂപതയുടെ കൂടെയുണ്ട്. രൂപത ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ കരുതലുള്ള, സ്നേഹമുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ ഉയർന്നിരിക്കുന്ന 10 ഭവനങ്ങൾ. അതുപോലെ 42 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ പണിതു കൊടുത്ത മറ്റ് 6 ഭവനങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതും ദൈവിക പദ്ധതിയുടെ, ദൈവിക കരുതലിൻ്റെ മഹത്തായ ഒരു പ്രകടനമാണ്. നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായി നിലകൊണ്ട ശതാബ്ദി ഹൗസിംഗ് പദ്ധതി ഇനി വയനാട്ടിലെ പള്ളിക്കുന്ന്, പാക്കം തുടങ്ങിയ അതിരൂപതാ പരിധിയിലെ ഭവനരഹിതരിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ വീടുകൾ താമസം കൂടാതെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് അതിരൂപതാ വക്താക്കൾ അറിയിക്കുന്നു. പാക്സ് കമ്മ്യൂണിക്കേഷൻസ്, കോഴിക്കോട് അതിരൂപത.